ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 4th ചാപ്റ്ററായ സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്തുകളാണ് അല്ലേ, വിത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ വിത്തിനെ കുറിച്ച് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലെ, വിത്ത് എങ്ങനെയാണെന്നും ഈ സസ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിത്തിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ സീഡ്സ് ഓഫ് ലൈഫ് എന്താ നോക്കാം നമുക്ക്. One day a wise king felt that he should test the honesty of the children of the country. ഒരു ദിവസം ആ രാജ്യത്തുള്ള ഒരു രാജാവ്, നല്ലൊരു രാജാവ് എന്താക്കി, ആ രാജ്യത്തുള്ള കുട്ടികളുടെ ഹോണസ്റ്റി, സത്യസന്ധത എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു തീരുമാനമെടുത്തു. ദ കിങ് കോൾഡ് ഓൾ ദ ചിൽഡ്രൻ ടു ദ പാലസ്. രാജാവ് എന്താക്കി, പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് അവിടെയുള്ള എല്ലാ കുട്ടികളെയും വിളിച്ചു. എവറി വൺ വാസ് ഗിവൺ സീഡ്സ്. എന്നിട്ട് എന്താക്കി, അവർക്കൊക്കെ എന്താക്കി സീഡ്സ് കൊടുത്തു, വിത്തുകൾ കൊടുത്തു അല്ലെ. It was announced that a valuable gift will be given to those who bring this seed after germinating it into a plant after 3 months. എന്നിട്ട് എന്താക്കി ഒരു അനൗൺസും ചെയ്തില്ലേ, നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കും. എപ്പോ ഈ സീഡ് മുളപ്പിച്ചിട്ട് 3 മാസത്തിന് ശേഷം മുളപ്പിച്ച് കൊണ്ടുവരുന്നവർക്ക് എന്താണ്, ഞാൻ മുളപ്പിച്ച് നല്ല ചെടികൾ, നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്താണ്, ഞാൻ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഈ രാജാവ് പറഞ്ഞില്ലേ. പിങ് എ ഫാർമർ ബോയ്, പിങ് എന്ന് പറഞ്ഞൊരു ഫാർമർ ബോയും വാസ് ഓൾസോ പ്രസന്റ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ. ആ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലെ. ഹി ബറീഡ് ദ സീഡ്സ് ഇൻ ദ സോയിൽ ഓഫ് ദ പോട്ട് ആൻഡ് വാട്ടേഡ് ദം. അവരെന്താക്കി, ആ സീഡ് ആ സോയിലിൽ കുഴിച്ചിട്ടിട്ട് എന്താക്കി, എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെ. ബട്ട് ദ സീഡ്സ് ഡിഡ് നോട്ട് ജെർമിനേറ്റ്. പക്ഷേ ഈ സീഡ്സ് എന്തായില്ല, മുളച്ചില്ല അല്ലെ. ആഫ്റ്റർ 3 months ഓൾ ദ ചിൽഡ്രൻ കെയിം ടു ദ പാലസ് വിത്ത് ഫ്ലവേർഡ് പ്ലാന്റ്സ്. 3 മാസത്തിന് ശേഷം എന്താക്കി, എല്ലാ കുട്ടികളും എന്താക്കി പാലസിലേക്ക് വന്നില്ലേ. നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉള്ള ചെടികളായിട്ടാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ വന്നത് അല്ലേ. അപ്പോൾ ഈ പിങ്ങിന്റെ മാത്രം മുളച്ചില്ല അല്ലെ. ദേ ഓൾ മെയ്ഡ് ഫൺ ഓഫ് പിങ് ഹു കെയിം ടു ദ പാലസ് വിത്ത് ആൻ എംപ്റ്റി പോട്ട്. അപ്പോൾ അവരെ ഒക്കെ എന്താക്കി, പിങ്ങിനെ കളിയാക്കി അല്ലേ. ബാക്കി പാലസിലേക്ക് വന്ന കുട്ടികളൊക്കെ എന്താക്കി, ഈ പിങ് പാലസിലേക്ക് എന്താ എംപ്റ്റി പോട്ടായി വന്നത് കണ്ട് കളിയാക്കി. ദ കിങ് എക്സാമിൻഡ് ഈച്ച് വൺസ് പ്ലാന്റ്സ്. രാജാവ് എന്താക്കി, എല്ലാവരും വിത്ത് എന്താക്കി എക്സാം ചെയ്തു അല്ലെ. വെൻ ഹി റീച്ച് ദി പിങ്. അപ്പോൾ എന്നിട്ട് എന്താക്കി, ഈ പിങ്ങിന്റെ അടുത്ത് എത്തിയപ്പോൾ ദ കിങ് വാസ് ഹാപ്പി. കിങ്, രാജാവ് എന്തായി, സന്തോഷമായി അല്ലെ. ദ കിങ് സെഡ്, രാജാവ് പറഞ്ഞു, ദിസ് ഈസ് ദ വിന്നർ, ഇവനാണ് വിജയിലെ. ഓൺലി സീഡ് വിത്ത് ലൈഫ് വിൽ ജെർമിനേറ്റ്. ദ സീഡ് ഐ ഗേവ് യു വെർ ലൈഫ്ലെസ് അല്ലെ. എന്താണ്, ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുള്ളൂ അല്ലെ. ജീവനില്ലാത്തത് എന്താണ്, മുളയ്ക്കൂല. അപ്പൊ ഞാൻ നൽകിയത് എന്താ, ജീവനില്ലാത്തതായിരുന്നു അല്ലെ. അപ്പൊ സത്യസന്ധത പരിശോധിച്ചാണ് അല്ലെ. അപ്പൊ പിങ്ങാണ് എന്ത്, സത്യമായിട്ട് ആ കാര്യം നടത്തി. ബാക്കി എല്ലാവരും എന്താണ്, മുളക്കിയിട്ട് വേറെ ഏതോ വിത്ത് കൊണ്ടിട്ടുണ്ടാവും അല്ലെ, മുളയ്ക്കുന്ന വിത്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇവിടെ സത്യമായിട്ടുള്ള പിങ്ങാണ് വിജയി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, സീഡ്സ് രാജാവ് പറഞ്ഞില്ല, ലൈഫ് ഉള്ള സീഡും ഉണ്ട്, ലൈഫ്ലെസ് സീഡും ഉണ്ട് അല്ലെ. അപ്പൊ ഹാവ് യു റീഡ് ദ സ്റ്റോറി ഓഫ് പിങ്? പിങ്ങിന്റെ സ്റ്റോറി വായിച്ചില്ലേ. ഓൺലി ലിവിങ് സീഡ്സ് ജെർമിനേറ്റ് റൈറ്റ്. എന്താണ്, ഓൺലി എന്താണ്, ജീവനുള്ള വിത്ത് മാത്രമേ എന്താവുള്ളൂ, മുളയ്ക്കുള്ളൂ അല്ലെ. ഇസ് ഇൻ ഇറ്റ് the life within tiny seeds that grows into even huge trees. എന്താണ്, ഒരു ചെറിയ വിത്തിൽ നിന്ന് പോലും എന്താണ് വലിയ മരങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾ എന്താക്കുക, പല സീഡ്സുകളും എന്താക്കുക, കളക്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, നിങ്ങളുടെ ക്ലാസ്സിൽ എന്താക്കുക, ഡിസ്പ്ലേ ചെയ്യുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് എഴുതുക. നെയിം ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റിന്റെ പേരെന്താണെന്നും കളർ എന്താണെന്നും സൈസ്, ഷേപ്പ്, അതർ ഫീച്ചേഴ്സ് ഒക്കെ എഴുതുക. ഈവൻ ദോ ദ സീഡ്സ് ഹാവ് ലൈഫ് will all the seeds buried in the soil germinate. എന്താണ്, ഈ ലൈഫുള്ള സീഡ്സ് എന്താണ്, നമ്മൾ കുഴിച്ചിട്ട് അതിൽ മുളയ്ക്കുവോ? why don't all the seeds germinate? എല്ലാ വിത്തും മുളയ്ക്കാത്ത എന്താണ്, ലൈഫുള്ള നല്ല വിത്ത് ഉണ്ടെങ്കിൽ എന്താണ്, ലൈഫുള്ള വിത്ത് എന്താണ്, ചിലതെന്താവും, മുളയ്ക്കൂല അല്ലെ. എന്തുകൊണ്ടാണ് ഈ എല്ലാ സീഡ്സും മുളയ്ക്കാത്തത്? ലെറ്റ് us germinate seeds. നമുക്ക് മുളയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. What factors are required for germination of the seed? Write down your guess. എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായത്? നിങ്ങളെ എന്താണ് ഗസ്, ഊഹ എഴുതുക. വാട്ടർ വേണം, സോയിൽ വേണം അല്ലെ. പിന്നെന്താണ്, സൺലൈറ്റ് വേണം. പിന്നെന്താ വേണ്ടത്, വാട്ടർ പറഞ്ഞു അല്ലെ. പിന്നെ സോയിൽ വേണം അല്ലെ. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് യുവർ ഗസ് ഈസ് കറക്റ്റ്? എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഗസ് ചെയ്തല്ലോ, അത് കറക്റ്റ് ആണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുക നോക്കാം നമുക്ക്. ലെറ്റ് us do the necessary experiment to find it out. നമുക്ക് എന്താക്കുക, നമുക്ക് എക്സ്പെരിമെന്റ് നടത്തി നോക്കാം. ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ്. എന്താക്കുക, ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ എന്താക്കുക, നനഞ്ഞ മണ്ണെടുക്കുക.
ആൻഡ് പുട്ട് സം പീ സീഡ്സ് ഇൻ ഇറ്റ്. നിങ്ങൾ എന്താക്കുക, പീ സീഡ് അതിലിടുക, എന്തെങ്കിലും പയറുവിത്തുകൾ നിങ്ങൾ അതിലിടുക. പ്ലേസ് ഇറ്റ് ഇൻ വിത്ത് ആൻ ഏരിയ വേർ ഇറ്റ് വിൽ ഗെറ്റ് സൺലൈറ്റ്. അത് സൺലൈറ്റ് കിട്ടുന്നിടത്തായിരിക്കണം വെക്കേണ്ടത് കേട്ടോ. വാട്ടർ ഷുഡ് ഓൾസോ ബി ഗിവൺ അറ്റ് ദ റിക്വയർഡ് റേറ്റ് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. അല്ലെ, എന്താണ് വാട്ടർ ആവശ്യമുള്ളപ്പോൾ എന്താക്കുക, നിങ്ങളത് നനച്ചു കൊടുക്കുക. ഒബ്സർവ് ഇറ്റ് എവറി ഡേ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ് ഗെറ്റ്. അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ സീഡ്സിന് ആവശ്യമായത്? സോയിൽ വേണം, വാട്ടർ വേണം, എയർ വേണം, സൺലൈറ്റ് വേണം അല്ലെ, അതൊക്കെ ഉണ്ടെങ്കിൽ മുളയ്ക്കും. ആർ ഓൾ ദീസ് ഫാക്ടേഴ്സ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് ദ സീഡ്? ഹൗ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്? അങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ മുളയ്ക്കാൻ വേണം, വിത്ത് മുളയ്ക്കാൻ ഈ സോയിലും വാട്ടറും എയറും സൺലൈറ്റ് ഒക്കെ വേണം. നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് അല്ലെ. ഈ സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. ഇനി മണ്ണ് ആവശ്യമാണോ ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ, മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അതിനൊരു എക്സ്പെരിമെന്റ് എടുക്കുക. നമുക്ക് മണ്ണിന് പകരം എന്താക്കുക, ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദ സോയിൽ ഇസ് നെസസറി ഫോർ ദ സീഡ്സ് ടു ജെർമിനേറ്റ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? Can't we do it by examining if seeds placed without soil will germinate? അപ്പൊ നമുക്ക് എന്താക്കുക, സോയിൽ ഇല്ലാതെ മുളപ്പിച്ച് നോക്കിയാലോ. പുട്ട് എ വെറ്റ് കോട്ടൺ. നിങ്ങൾ എന്താക്കുക, വെറ്റ് കോട്ടൺ എന്താക്കുക, ഒരു ഗ്ലാസ്സിൽ അല്ലെ, കോട്ടൺ ബോൾ ഇൻ എ ഗ്ലാസ് ആൻഡ് പ്ലേസ് ദ സീഡ്സ് ഓൺ ഇറ്റ്. ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ എന്താക്കുക, ഒരു നനഞ്ഞ കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ വിൽക്കുക, എന്നിട്ട് എന്താക്കുക, അതിൽ സീഡും വെക്കുക. അപ്പൊ എന്താക്കും, വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ്സ് ഗെയിൻ? വാട്ട് ഫാക്ടേഴ്സ് ഡു ദ സീഡ്സ് ലൂസ്? അപ്പൊ എന്താണ് ഇവിടെ എന്താ നേടിയത്? സീഡ്സ് നനഞ്ഞ ഇത് വെച്ചപ്പോൾ എന്താണ്, ഇത് മുളച്ചു അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇവിടെ നഷ്ടപ്പെട്ടത്? മണ്ണാണ് ഇല്ലാത്തത് അല്ലേ, പക്ഷെ എന്നാലും എന്താണ്, മുളച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഫാക്ടേഴ്സ് ദാറ്റ് സീഡ് ഗെറ്റ്സ്. ഈ ഫാക്ടർ എന്താണ്, സീഡിന് ആവശ്യമായി എന്തൊക്കെയാണ് മുളയ്ക്കാൻ? വാട്ടർ വേണം, എയർ വേണം, സൺലൈറ്റ് വേണം അല്ലേ. പിന്നെ എന്താണ് ഫാക്ടേഴ്സ് ദാറ്റ് സീഡ് ഡസൻ ഗെറ്റ്? കിട്ടാത്തത് എന്താണ്, സോയിലാണ് അല്ലേ. എന്നിട്ട് എന്താക്കി, ഇവിടെ മുളച്ചു. ഈസ് വാട്ടർ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? ഇനി വെള്ളം ആവശ്യമാണോ ഈ ഇത് മുളയ്ക്കാൻ? വെള്ളം നിർബന്ധമാണ് അല്ലേ, വെള്ളം ഇല്ലാതെ മുളപ്പിക്കാൻ കഴിയൂല. നോക്കാം നമുക്ക്. ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ് ഔട്ട് ഇഫ് വാട്ടർ ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? വിച്ച് ഫാക്ടർ ഷുഡ് ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദ എക്സ്പെരിമെന്റ് ഐറ്റംസ് പ്ലാൻ ദ എക്സ്പെരിമെന്റ്? നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ മണ്ണെടുക്കുക, പിന്നെ വെള്ളം ഒഴിവാക്കുക, വെള്ളം ഇടരുത്, വിത്ത് എടുക്കുക, പിന്നെ സൺലൈറ്റും ഇതൊക്കെ വെക്കുക. പക്ഷെ എന്താണ്, നമുക്ക് ഈ വെള്ളം അല്ലെങ്കിൽ എന്താണ്, വിത്ത് മുളയ്ക്കില്ല അല്ലെ. ഈ സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? ഈ സൺലൈറ്റ് ആവശ്യമുണ്ടോ ഈ വിത്ത് മുളയ്ക്കാൻ? ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ഇഫ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക സൺലൈറ്റ് ആവശ്യമാണോ എന്നുള്ളത്? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി ലെഫ്റ്റ് അവോയ്ഡഡ് ഹിയർ? വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ദ എക്സ്പെരിമെന്റ് ടു മേക്ക് ദിസ് ഫാക്ടർ ലെഫ്റ്റ് ഔട്ട്? അപ്പൊ ഇത് ചെയ്യാൻ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഒഴിവാക്കേണ്ടത്? സൺലൈറ്റ് അല്ലെ, അതിന് നമ്മൾ എന്താക്കുക, സ്റ്റീൽ ഗ്ലാസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്പാരന്റ് ഗ്ലാസ്. ട്രാൻസ്പാരന്റ് ഗ്ലാസിന് പകരം എന്താണ്, ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് എന്താക്കുക, അതിൽ സൺലൈറ്റ് കിട്ടാത്ത വിധം എന്താക്കുക, മൂടി വെക്കുക. അപ്പൊ എന്താണ്, മുളയ്ക്കുക നോക്കുക, മുളയ്ക്കും അല്ലെ. let us do the experiment. Let us try the experiments planned so far. Place green gram seed in a glass so that it receives soil, air, water and sunlight. Place the seed in the other 3 glasses that do not get any one of the following at a time: soil, water and sunlight. അപ്പൊ എന്താണ് ഇവിടെ പറയുക, ഇതുവരെ ആസൂത്രണം പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ്സിൽ മണ്ണ്, പിന്നെ എന്തൊക്കെയാ, സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ലഭിക്കുന്ന വിധം ചെറുപയർ എന്താക്കുക, വിത്ത് വെക്കുക. മറ്റ് 3 ഗ്ലാസ്സുകളിൽ എന്താണ്, മണ്ണ്, ജലം, ഈ സൺലൈറ്റ് എന്നിവയിൽ ഓരോന്ന് ലഭിക്കാത്ത വിധം എന്താണ്, വിത്ത് വെക്കുക. ഓക്കെ, ഒന്നിലെന്താക്കുക, എല്ലാം ലഭിക്കുന്നത് അല്ലെ, സോയിലും വാട്ടറും എയറും സൺലൈറ്റും കിട്ടുന്നത് ഒന്നിൽ വെക്കുക, ഒരു ഗ്ലാസ്സിൽ വെക്കുക. എന്നിട്ട് അതിൽ പയർ വിത്തിടുക. ഗ്ലാസ് 2 എന്താക്കുക, സോയിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ വിടുക, എന്നിട്ട് വിത്ത് വെക്കുക. ഗ്ലാസ് 3 എന്താക്കുക, വാട്ടർ ഒഴിവാക്കിയിട്ട് എന്താണ്, ബാക്കി സോയിൽ, എയർ, സൺലൈറ്റ് പിന്നെ സീഡും വെക്കുക, വെള്ളം വെക്കരുത്. 4മത്തേൽ എന്താണ്, ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സൺലൈറ്റ്. സൺലൈറ്റ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയെല്ലാം വെക്കുക അല്ലെ, സോയിലും എയറും വാട്ടറും വെക്കുക. എന്നിട്ട് എന്താക്കുക, അതിൽ സീഡ് ഇടുക. അവിടെ 1ാമത്തെ ദിവസം എങ്ങനെയാണ്, 2ാമത്തെ ദിവസം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തുക, 3ാമത്തെ ദിവസം, 4ാമത്തെ ദിവസവും. ഓക്കെ, റൈറ്റ് ഈച്ച് ഡേയ്സ് ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. എന്താണ്, ഓരോ ദിവസത്തെയും നിരീക്ഷണം നിങ്ങൾ ബുക്കിൽ എഴുതുക കേട്ടോ. വിച്ച് ഓൾ ഫാക്ടേഴ്സ് വെർ ഫൗണ്ട് ടു ബി നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്? വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ വേണമെന്നാണ് കണ്ടെത്തിയത്? പ്രസന്റ് ദ ഫൈൻഡിങ്സ് ടു ദ ക്ലാസ്. ആർ ദർ എനി അതർ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്? വിത്ത് മുളയ്ക്കാൻ ഇവക്ക് പുറമെ മറ്റേതെങ്കിലും ഫാക്ടേഴ്സ് ആവശ്യമുണ്ടോ?
ഹൗ ടു ഫൈൻഡ് ഔട്ട് പ്ലാൻ ആൻഡ് കണ്ടക്ട് ദ എക്സ്പെരിമെന്റ്, എങ്ങനെ കണ്ടെത്താൻ പരീക്ഷണം ആസൂത്രണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജെർമിനേഷൻ ഓഫ് സീഡ്സ് നമുക്ക് എന്താണ് വെള്ളം ഇല്ലാതെയും സോയിൽ ഇല്ലാതെയും സൺലൈറ്റ് ഇല്ലാതെയും മുളയ്ക്കാൻ കഴിയും അല്ലേ. പിന്നെന്താണ് എയർ വേണം, പിന്നെ വാട്ടറും വേണം അല്ലേ. ഓക്കെ, ഇനി ഫോർ സീഡ് ടു ജെർമിനേറ്റ് എന്താണ് വിത്ത് മുളയ്ക്കാൻ. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. ബിസൈഡ്സ് water, air and suitable temperature are also necessary for seed germination. Different seeds have different germination times and suitable temperatures. എന്താണ് വിത്ത് മുളയ്ക്കാൻ എന്താണ് വെള്ളം ആവശ്യമാണ് അല്ലെ. എന്നാൽ സോയിലും സൺലൈറ്റും മണ്ണും സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ എന്താണ് ആവശ്യമില്ല, ഈ ഫാക്ടേഴ്സ് ആവശ്യമില്ല അല്ലെ. ജലത്തിന് പുറമെ എന്താണ് ഈ എയർ, പിന്നെ അനുയോജ്യമായ ടെമ്പറേച്ചർ വേണം അല്ലെ, സൂട്ടബിൾ ടെമ്പറേച്ചർ വേണം എന്നിവയും എന്താണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് അല്ലെ. വെള്ളവും വേണം, പിന്നെ അതുപോലെ എന്താണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ടെമ്പറേച്ചറും എയറും വേണം അല്ലെ. പിന്നെ ഡിഫറെന്റ് സീഡ് ഹാവ് ഡിഫറെന്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സൂട്ടബിൾ ടെമ്പറേച്ചർ അല്ലെ. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും എന്താണ് വ്യത്യസ്തമാണ്. ഓക്കെ, ആൻഡ് സൂട്ടബിൾ ടെമ്പറേച്ചറും അതുപോലെ ഡിഫറെന്റ് ജെർമിനേഷൻ ടൈമും എന്താണ് ഡിഫറെന്റ് സീഡ്സിന്റെ വ്യത്യസ്തമായിരിക്കും അല്ലെ. ലൈഫ് വിത്തിൻ ദ പീരീഡ്, ഇനി എന്താണ് വിത്തിനുള്ളിലെ ജീവനാണ് അല്ലെ. ഒബ്സർവ് ദ ജെർമിനേഷൻ ഓഫ് ദ ഗ്രീൻ ഗ്രാം സീഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. എന്താണ് ഇതിൽ ചെറുപയർ വിത്തിന്റെ മുളയ്ക്കലാണ് ഇത് അല്ലെ. ഫസ്റ്റ് എന്താണ് സീഡ്, പിന്നെ എന്താണ് വന്നത് നോക്കൂ റാഡിക്കിൾ വന്നു അല്ലെ. ആ റാഡിക്കിളാണ് എന്താവുന്നത് റൂട്ടായി മാറുന്നത് കണ്ടോ. പിന്നെന്താണ് വന്നത് കോട്ടിലോഡോം വന്നു അല്ലെ. പിന്നെന്താണ് പ്ലിമ്യൂളും വന്നു. റെക്കോർഡ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ 5 days ഇൻ ദ ടേബിൾ. എന്താ 5 ദിവസം കൊണ്ട് വിത്തിന് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ എന്താണ് ഈ ടേബിളിൽ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ചേഞ്ച് ഇൻ ദ സീഡ് അല്ലെ. എന്താണ് ഫസ്റ്റ് ഡേയില്, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ അല്ലെ. സൈസ് ഓഫ് ദ സീഡ്, വിത്തിന്റെ വലിപ്പം ഫസ്റ്റ് ഡേയിൽ എങ്ങനെയാണ്, സെക്കൻഡ് ഡേയിൽ എന്താണ് സീഡ് ബിക്കം സോക്ഡ് ആൻഡ് ഗ്രോ ബിഗർ അല്ലെ. എന്താണ് വിത്ത് കുതിർന്ന് വലുതാകുന്നുണ്ട് അല്ലെ. തേർഡ് ഡേയിൽ എങ്ങനെ, ഫോർത്ത് ഡേയിലും ഫിഫ്ത്ത് ഡേയിലും എങ്ങനെയാണ് ഇതാ. ഇനി ഔട്ട് കവറിംഗ് ഓഫ് ദ സീഡ്, എന്താണ് വിത്തിലെ പുറന്തോട് ഫസ്റ്റ് ഡേയിൽ എങ്ങനെ, സെക്കൻഡ് ഡേയിൽ ഒക്കെ എങ്ങനെയാണ് എഴുതുക. ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവാർഡ്സ് ഫ്രം ദ സീഡ്, പിന്നെന്താണ് വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗം അല്ലെ. റാഡിക്കിൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഡേ എങ്ങനെയാണ്, സെക്കൻഡ് ഡേ എങ്ങനെയാണെന്നൊക്കെ എഴുതുക. ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വാർഡ്സ് ഫ്രം ദ സീഡ് പ്ലിമ്യൂൾ അല്ലെ. എന്താണ് വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗം പ്ലിമ്യൂൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ എങ്ങനെയാണെന്ന് എഴുതുക. പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ് കോട്ടിലോഡോൺ അല്ലെ. വിത്തിലെ എന്താണ് പ്രൈമറി ഇലകൾ അല്ലെ, ആദ്യത്തെ പ്രാഥമിക ഇലകൾ, അതാണ് എന്ത് കോട്ടിലോഡോൺ അല്ലെ. ആ ഫസ്റ്റ് ഡേ എങ്ങനെ, സെക്കൻഡ് ഡേ എങ്ങനെ, തേർഡ് ഡേ എങ്ങനെ, ഫോർത്ത് ഡേ എങ്ങനെ, ഫിഫ്ത്ത് ഡേ എന്ന് എഴുതി നിങ്ങൾ എന്താണ് എക്സാമിൻ ചെയ്ത് എഴുതുക. ഇല്ലസ്ട്രേറ്റ് ദ റെക്കോർഡിംഗ് ഇൻ ദ സയൻസ് ഡയറി, രേഖപ്പെടുത്തലുകൾ എന്താണ് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതുക. എക്സാമിൻ ദ ക്ലാസ്സസ് ഫ്രം പ്രീവിയസ് എക്സ്പെരിമെന്റ്സ്, എന്താണ് മുൻ പരീക്ഷണങ്ങളിലെ ക്ലാസ്സുകൾ പരിശോധിക്കൂ. വിച്ച് പ്ലാൻ ഗ്രോസ് ബെസ്റ്റ് ആഫ്റ്റർ ജെർമിനേഷൻ, ഏത് വിത്ത് മുളച്ച ശേഷം നന്നായി വളരുന്നത് ഏത് ക്ലാസ്സിലെ ചെടിയാണ്. വിച്ച് ഫാക്ടേഴ്സ് ഡിഡ് ദ ബെസ്റ്റ് ഗ്രോയിങ് പ്ലാൻ റിസീവ്, അപ്പൊ ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത്. യെസ്, സൺലൈറ്റ്, എയർ, വാട്ടർ, പിന്നെ എന്തൊക്കെയാണ് ലഭിച്ചതെന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഹൈഡ്രോപോണിക്സ്, എന്താണ് ഹൈഡ്രോപോണിക്സ് നോക്കുക. ഹൈഡ്രോപോണിക് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. എന്താണ് മണ്ണില്ലാതെയും പ്ലാന്റ്സ് വളർത്തുന്ന നൂതന രീതിയാണ് അല്ലെ. എന്ത് ന്യൂ മെത്തേഡാണ് എന്ത് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണില്ലാതെ എന്താക്കുക നമുക്ക് ചെടികൾ വളർത്താം അല്ലെ. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് സോയിൽ. എന്താണ് ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം എന്താണ് പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ഇൻസ്റ്റെഡ് ഓഫ് എ സോയിലിന് പകരം എന്താ ന്യൂട്രിയൻ സൊല്യൂഷൻ അല്ലെ. അതാണ് എന്ത് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്നതിൽ അല്ലെ. അപ്പൊ എന്താണ് മണ്ണില്ലാതെയും എന്താണ് പ്ലാന്റ്സുകൾ വളർത്തുന്ന ന്യൂ മെത്തേഡാണ് എന്ത് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ എന്താണ് ഈ മണ്ണിന് പകരം എന്താണ് നല്ല ന്യൂട്രിയൻ സൊല്യൂഷൻ ഉള്ള എന്താ ഈ ന്യൂട്രിയൻ സൊല്യൂഷനിൽ വളർത്തുകയാണ്, ഈ പ്ലാന്റ്സ് വളർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഇൻ ദെയർ ലീവ്സ് ഡോണ്ട് ദേ. എന്താണ് ഈ പ്ലാന്റ്സ് ഒക്കെ എന്താണ് ആഹാരം നിർമ്മിക്കുന്നത് ഇവിടുന്ന് അതിന്റെ ലീഫ് എന്നാണ് അല്ലെ. ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ഗ്രോസ് എ ലീഫ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടിലോഡോൺ. ഹൗ മെനി കോട്ടിലോഡോൺസ് ഡസ് എ പീ സീഡ് ഹാവ്. എന്താണ് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എന്താണ് ഈ കോട്ടിലോഡോണിൽ നിന്നാണ് അല്ലെ. പയർ വിത്തിന് എത്ര കോട്ടിലോഡോൺ ഉണ്ട്, പയറിന് എത്ര ഉണ്ട്
രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ഹാവ് യു ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ കോട്ടിലിഡോൺ ആസ് ദ പ്ലാന്റ് ഗ്രോസ്? എന്താണ്, നിങ്ങൾ ചെടി വളരുന്തോറും ഈ കോട്ടിലിഡോൺ വളരുന്ന മാറ്റം നിങ്ങൾ നിരീക്ഷിച്ചില്ലേ? ഗ്രീൻ ഗ്രാമിന് നോക്കിയേ, കോട്ടിലിഡോൺ എങ്ങനെയാ നോക്കിയേ, രണ്ടെണ്ണം ഉണ്ട് അല്ലേ. പിന്നെന്താണ് കോണിനോ, കോണിൽ കോട്ടിലിഡോണും ഉണ്ട്, പിന്നെന്താണ് എൻഡോസ്പേമും ഉണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ കോട്ടിലിഡോൺ in a corn. Are there 2 cotyledons in a corn as in pea seeds? എന്താണ് ഈ കോണില് ബീജപത്ര ഇത് നോക്കിയേ, കോട്ടിലിഡോൺ നോക്കിയേ, പയർവിത്തിലേതുപോലെ 2 കോട്ടിലിഡോൺ ഉണ്ടോ ഈ കോണിന്? ദർ ഈസ് ഓൺലി 1 കോട്ടിലിഡോൺ ഇൻ എ കോൺ അല്ലെ. കോണിന് എന്താണ്, ഒരു കോട്ടിലിഡോണേ ഉള്ളൂ അല്ലെ. എൻഡോസ്പേം ഈസ് എ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡോൺ അല്ലെ. അപ്പൊ എൻഡോസ്പേം എന്താണ്, അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ കോട്ടിലിഡോണിൽ അല്ലെ. In plants with only 1 cotyledon, the food for the plant is obtained from the endosperm until the seeds germinate and grow its leaves. എന്താണ്, ലീവ്സ് വരുന്നവരെ ഒരു കോട്ടിലിഡോൺ ഉള്ള ചെടികൾക്ക്, ഒരു കോട്ടിലിഡോൺ ഉള്ള ഇതിന് എന്താണ്, അത് ചെടി ഇലകൾ ഉണ്ടാകുന്നത് വരെ എന്താണ് എൻഡോസ്പേം എന്നാണ് എന്ത് അതിന്റെ ഫുഡൊക്കെ ലഭിക്കുന്നത് അല്ലെ. പക്ഷെ 2 കോട്ടിലിഡോൺ ഉള്ളവരിത് എന്താണ്, ഈ കോട്ടിലിഡോണിൽ തന്നെ എന്തുണ്ട്, അതിന്റെ ആഹാരം ലഭിക്കും. ഓക്കെ, ഒന്നുള്ളത് എൻഡോസ്പേമിനും ലഭിക്കും. ഓക്കെ, ചേഞ്ചസ് ദാറ്റ് occur ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. ഇനി എന്താണ്, ഈ സീഡ് ജെർമിനേഷനിലുള്ള ടൈമിലുള്ള മാറ്റങ്ങൾ കേട്ടോ. എന്താണ് മാറ്റങ്ങൾ നോക്കാം. എന്താണ്, വിത്ത് മുളയ്ക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ. ജെർമിനേറ്റ് സീഡ്സ് ഓഫ് ടെമറിൻഡ്, ജാക്ക് ഫ്രൂട്ട്, കാഷ്യൂ, റൈസ് ആൻഡ് കോൺ. ഇതൊക്കെ എന്താണ്, എന്താണ് 2 കോട്ടിലൂടെയുള്ള ഏതാണ്, ടെമറിൻഡും ജാക്ക് ഫ്രൂട്ടും കാഷ്യൂ ഒക്കെ അല്ലെ. പിന്നെ റൈസും കോണൊക്കെ എന്താണ്, അതുപോലെ കോക്കനട്ട്, അതൊക്കെ എന്താണ് 1 കോട്ടിലിഡോൺ ഉള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഇതൊക്കെ മുളപ്പിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ വിത്തുകൾ മുളപ്പിച്ചു നോക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ദ സീഡ് അണ്ടർഗോസ് ആസ് ഇറ്റ് ജെർമിനേറ്റ്. എന്താണ്, വിത്ത് മുളയ്ക്കുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് നിങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹാൻഡ് ലെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെ. കെയർഫുള്ളി ഒബ്സർവ് ദ ജെർമിനേറ്റഡ് സീഡ്സ് യൂസിങ് ഹാൻഡ് ലെൻസ്. കെയർഫുള്ളി ഓപ്പൺ ദ സീഡ് ആൻഡ് ഡ്രോ ദ കോട്ടിലിഡോൺ ആൻഡ് എൻഡോസ്പേം ഇൻ ദ സയൻസ് ഡയറി. എന്താണ്, നിങ്ങൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് മുള വന്ന വിത്തുകൾ എന്താണ് നന്നായി നോക്കുക. സാവധാനം വിത്ത് പൊളിച്ചു നോക്കിയാലുള്ള കോട്ടിലിഡോണും അതുപോലെ എൻഡോസ്പേമും ഒക്കെ എന്താക്കുക, നിങ്ങൾ ബുക്കിൽ വരയ്ക്കുക കേട്ടോ. സീഡ് ജെർമിനേഷൻ, വിത്ത് മുളയ്ക്കല്. The seed becomes soaked and the other outer shell burst. First the radicle and then the plumule emerge. The radicle becomes the root of the plant. The plumule becomes the stem and leaf. The growing plant consumes the food stored in the cotyledon or endosperm until the photosynthesis is fully functional. എന്താണ്, വിത്ത് കുതിർന്ന് അതിന്റെ പുറന്തോട് എന്താണ് പൊട്ടും അല്ലെ, സോക്ക് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഔട്ടർ ഷെൽ എന്താവും, ബേസ്റ്റ് ചെയ്യും അല്ലെ. ആദ്യം എന്താ വരുന്നത്, റാഡിക്കിൾ വരും അല്ലെ. ഫസ്റ്റ് റാഡിക്കിൾ വരും, പിന്നെയാണ് എന്ത്, പ്ലിമ്യൂള് വരിക അല്ലെ. പിന്നെന്താണ്, ഈ റാഡിക്കൽ ചെടിയുടെ എന്താണ് റൂട്ടായി മാറുകയാണ് അല്ലെ. പിന്നെ ഈ പ്ലിമ്യൂൾ എന്താണ്, അതാണ് സ്റ്റെമ്മും ലീഫും ആയി മാറുന്നത്. ഓക്കെ, പിന്നെന്താണ്, അത് ഗ്രോയിങ് പ്ലാന്റ് കൺസ്യൂം ഫുഡ് സ്റ്റോർഡ് ഇൻ ദ കോട്ടിലിഡോൺ ഓർ എൻഡോസ്പേം അണ്ടിൽ ഫോട്ടോസിന്തസിസ് ഇസ് ഫുള്ളി ഫങ്ഷണൽ അല്ലെ. എന്താണ്, അത് ഫുള്ളി ഫങ്ഷണൽ ആവുന്ന വരെ, ഫോട്ടോസിന്തസിസ് വരെ നടക്കുന്നത് വരെ അല്ലെ. എന്താണ്, അതായത് അതിന്റെ ഇലയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് വരെ എന്താണ്, ഈ അതിന്റെ കോട്ടിലിഡോണിലോ അല്ലെങ്കിൽ എൻഡോസ്പേമിലോ കരുതി വെച്ച ആഹാരമാണെന്ത് ഈ വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് കേട്ടോ. വൈ ഡു പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്? സസ്യങ്ങൾ, പ്ലാന്റ്സ് വിത്തിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്, അവർക്ക് ഉപയോഗിക്കാൻ അല്ലെ. വാട്ട് സീഡ്സ് ഡു വി ഈറ്റ്? എന്തെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? എന്തൊക്കെ വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത് എന്നാണ് അല്ലെ. പ്ലാന്റിംഗ് വിത്തൗട്ട് സീഡ്സ്, ഇനി വിത്തിൽ നിന്നല്ലാതെയും. ആർ സീഡ്സ് ഓൺലി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്? എന്താണ്, എല്ലാ സസ്യങ്ങളും വിത്തുകളാണ് എന്താണ് പ്ലാന്റ് നടുന്നത്? അല്ല അല്ലെ. നമുക്ക് എന്താണ് ചെമ്പരത്തിയൊക്കെ എന്താ അതിന്റെ കമ്പ്, അതുപോലെ ടപ്പിയൊക്കെ അതിന്റെ കമ്പ് എടുത്ത് നടുന്നത് അല്ലെ. പിന്നെ അതുപോലെ നോക്കൂ, ഈ ഹിബിസ്കസ്, പിന്നെ എന്താണ് ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി, പിന്നെന്താ പഗോഡ ഫ്ലവർ, കൃഷ്ണ കിരീടം, പിന്നെ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചിയൊക്കെ ഇലയിൽനിന്ന് ഉണ്ടാകുന്നത് അല്ലെ. അപ്പം വിത്തുനിന്ന് മാത്രമല്ല എന്താണ് ഇലയിന്നും തണ്ടുന്നും വേരുന്നും ഒക്കെ ഉണ്ടാവുന്നുണ്ട്, ഈ ചെടികൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഒക്കെ നടിയിൽ പ്ലാന്റിങ്
മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുക അല്ലെ. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ദ പിക്ചർ ഗിവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. അപ്പൊ ഇവിടെ തന്നിരിക്കുക ചിത്രത്തിൽ കാണുന്ന പ്ലാന്റ്സിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. വിസിറ്റ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കളക്ട് ഇൻഫോർമേഷൻ, ഗ്രോ പ്ലാന്റ്സ് അതർ ദാൻ ഫ്രം സീഡ്സ് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് റെക്കോർഡ് ദ ഇൻഫറൻസ്. എന്താണ് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുക. വിത്തിൽ നിന്നല്ലാതെ, സീഡിൽ നിന്നല്ലാതെ എന്താണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ എന്താണ് പ്ലാന്റ്സുകൾ വളർത്തി നോക്കി എന്താണ് നിങ്ങൾ ഇൻഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങൾക്ക് നന്നായി മനസ്സിലാക്കുക. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.